wheelie. പഴയ ആ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നത് ഒരു തവണ ഞാൻ വന്നിട്ടുണ്ട്. ഇതുപോലത്തെ റോഡിൽ കൂടെ ഓടിക്കുന്ന പ്രത്യേക ഒരു വൈബാണ്. വഴി തീർന്നു. നമ്മളിത് ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഒരു വീലി അടിക്കണം. ഹലോ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളുപ്പുണ്ണിയുടെയൊക്കെ അടുത്തായിട്ടാണ്. നിങ്ങൾ കഴിഞ്ഞ ആ ഒരു വ്ളോഗിൽ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ഇവിടുന്ന് അടുത്തൊരു സ്ഥലത്തേക്ക് പോകുവാന്ന്. ആ ഒരു വ്ളോഗ് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നോക്കുക. ആ ഒരു സെയിം ഡേ തന്നെയാണിത്. അപ്പം ഞാനും ഉണ്ട്, നമ്മുടെ RC ഉണ്ട്, വിനീത്, നമ്മുടെ ചെറുക്കനും ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടമല എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് കോട്ടമലയ്ക്ക് പോകുന്ന ഒരു വഴി തന്നെയാണ്. അയ്യോ, ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 8:45 വെയിലൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. ഇതിലെയൊക്കെ കുറേ വഴികളൊക്കെ കിടപ്പുണ്ട്, പക്ഷെ ഇതൊക്കെ എങ്ങോട്ടുള്ളതാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ പണ്ട് ഈ ഒരു റൂട്ട് ഒരു തവണ വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ അറിയാം, എന്നാലും വലുതായിട്ടൊന്നും അറിയത്തില്ല. കുറച്ച് ഏരിയ ഒക്കെ അറിയാം. ഈ ഒരു ഭാഗമൊക്കെ ഞാൻ ഓർക്കുന്നു. വീലി ആരും പേടിക്കണ്ട, വഴി തീർന്നു പോയതാണ്. ഈ ഒരു റൂട്ട് പോകുമ്പോഴൊക്കെ ഒരു പഴയ ഒരു ടീ ഫാക്ടറി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്താടാ ഇത് മാറാത്ത എന്ത്? അത് പട്ടി തഗ് ലൈഫാണല്ലോ. അയ്യോ കൊള്ളാം കേട്ടോ. ഈ വഴിയമ്മ സീനാണ്. വണ്ടിയൊക്കെ വരുന്ന റൂട്ടാണ്, അതുകൊണ്ട് നോക്കിപ്പോയില്ലെങ്കിൽ അതേ ഇരിക്കും. ഓഹോ അടിയൊരു പൂ നോക്കിക്കുക, നല്ല രസമില്ല. മറ്റേ നമ്മുടെ ജക്രാന്താടെ ആ ഒരു സെറ്റപ്പ്. ഈ ഒരു ഭാഗമൊക്കെ നോക്കിയ പണ്ടത്തെ ആ ഒരു ബിൽഡിങ്ങൊക്കെ നല്ല രസമില്ല കാണാനായിട്ട്. കാണുന്നതാണ് നമ്മുടെ പഴയ ആ ഒരു ടീ ഫാക്ടറി. അയ്യോ, അന്ന് വന്നതിനേക്കാളും മൊത്തം കുറച്ചുകൂടെ ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ടല്ലോ. ഓ സെറ്റ്. ഇവിടെ നോക്കിക്കേ, കുറേ പഴയ വണ്ടികളൊക്കെ കിടക്കുന്നേ. ഇത് കണ്ട, കയറാൻ പറ്റൂല, പക്ഷെ സംഭവം ഇത് നോക്കിക്കേ, പഴയ ആ ഒരു ട്രാക്ടറൊക്കെ കിടക്കുന്നേ. 2-3 എണ്ണം ഉണ്ട്. ഇത് അങ്ങനെ കിടക്കുന്ന നല്ല രസമുണ്ട്. ആ സാധനം ഇപ്പോഴും മൂന്നാറിലൊക്കെ ഉണ്ട്. കൊള്ളാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുവാണ്. ഓക്കേ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞാൽ അത് ആ ഒരു വഴിയാണ്, അവൻ വരുന്ന വഴി. ഈ വഴി നേരെ വാഗമൺ ചെന്ന് ആടും. അതായത് ഈ ഒരു നേരെ തൊട്ട് ആ ഒരു വാഗമൺ പോകുന്ന ആ ഒരു റൂട്ടിൽ തന്നെ ആടും. ഇത് കോട്ടമലയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇതിലെ ഞാൻ സ്റ്റോപ്പി കൊള്ളാം. ഇത് കോട്ടമലയ്ക്ക് പോകുന്ന റൂട്ടാണ്. ഇതിലെ പണ്ടൊരു തവണ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ എനിക്ക് തോന്നി അവൻ അടിക്കുമെന്ന്. സെറ്റാ. അപ്പോഴേക്കും ഈ ഒരു റോഡെന്ന് പറയുന്നത് ഫുള്ള് പണിയായിട്ട് കിടക്കുന്ന റോഡായിരുന്നു. പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മൊത്തം മിറ്റിലായിരുന്നു. അതായത് മെറ്റൽ എങ്ങനെ വേണേലും പറയാം നിങ്ങൾക്ക്.
ഫുള്ള് മെറ്റലിട്ട റോഡായിരുന്നു. അയ്യോ സീൻ. ഞാനന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിക്കോണും കൊണ്ടാണ് വന്നത്. ആ റോഡ് അതെ ഇങ്ങനൊന്നും അല്ല കേട്ടോ, ഇതിന്റെ അപ്പുറമായിരുന്നു കിടന്നത്. ഞാൻ ശരിക്കും ഓർത്ത് ഈ ഒരു വഴി എനിക്ക് കിട്ടത്തില്ലായിരിക്കും എന്നാ. അന്ന് ഞങ്ങള് വഴി അറിയായിരുന്നു, ഇതിലെ വന്ന ഭാഗവൻ ചാടുമെന്നറിയാം. പക്ഷെ എത്ര ഓടിച്ചിട്ടും വഴി തീരുന്നില്ലെന്ന് പറഞ്ഞാൽ ഏതിലെയൊക്കെയോ പോകുന്നു, ഏതിലെയൊക്കെയോ വരുന്നു. ഫുള്ള് സീൻ. എത്ര ഓടിച്ചിട്ടും തീരുന്നില്ല. ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ഒരു വിധത്തിൽ നമ്മൾ മെയിൻ റോഡിൽ വന്ന് ചാടി. അന്ന് എനിക്ക് ആ ഒരു വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നോക്കിയേ വ്യൂ ഒക്കെ നോക്കിയേ, പെവറല്ലേ പെവർ. ഈ റോഡ് ഇപ്പോഴും മെറ്റിലായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അയ്യോ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇഷ്ട സമയമായിരുന്നു. അയ്യോ അന്ന് കുറേ പാടുപെട്ടാ കയറി വന്നത്. ഒരു 3-4 വർഷമായി കേട്ടോ. ഈ റോഡ് ചെന്ന് കയറുന്നതെന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് എവിടെയാണ്, ഇതിലെ വളഞ്ഞ് അങ്ങനെ അങ്ങ് കയറിപ്പോവും. പക്ഷെ സംഭവം നൈസാണ്. ഇതുപോലത്തെ റോഡിൽ കൂടെ ഓടിക്കുന്ന പ്രത്യേക ഒരു വൈബാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇതിൽ ഓടിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അടി ഒരു സ്പോട്ട് നോക്കിക്കേ. ഓ എൻ്റെ മോനെ, ഇത് കണ്ടപ്പം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നോക്കിക്കേ, ചുമ്മാ സീൻ. എൻ്റെ മോനെ ഈ റോഡ് പണ്ടപ്പോൾ എങ്ങനെ കിടന്നായിരിക്കും അല്ലേ? കട്ട ഓഫ് റോഡായിരിക്കും ഇതിലേക്ക്. എൻ്റെ മോനെ ഓ അത് കൊള്ളായിരുന്നു കേട്ടോ. വണ്ടി ഫുള്ളായിട്ട് ചെമ്പടിച്ച്. അങ്ങോട്ട് നോക്കിക്കേ, എൻ്റെ പൊന്നേ സീൻ. ഇത് നോക്കിക്കേ, നമ്മൾ വന്ന വഴിയാണ് ആ താഴെ കൂടെ കാണുന്നത്. ഇത് കറുത്ത കോഴികൾ കൊള്ളാം കേട്ടോ. ഈ കല്ല് നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ എന്നെ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല് ഫുള്ള് ഇളകി കിടക്കുന്നുണ്ടേ, വണ്ടി ഇങ്ങനെ നിരങ്ങി കളിക്കുവാണ്. ഓ ഇവിടെ എന്തോ പണിയാണല്ലോ, വലിയ പണി നടക്കുവാണ് ഗൈസ്. ഓക്കേ, എവിടെയോ എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലമെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷെ സ്ഥലം കൊള്ളാം. അവനവിടെ പെട്ടുപോയി കേട്ടോ. വഴി ചുമ്മാ സീനാണ്, സീൻ. അയ്യോ നമ്മൾ എവിടെയൊക്കെയോ എത്തി വന്നിട്ടുണ്ട്. ഇവിടുന്ന് 2 വഴികളുണ്ടല്ലോ. ഈ 2 വഴി നമുക്ക് പോവാം. നമ്മൾ ലെഫ്റ്റാണ് എടുത്തത്. നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ല റോഡാണ്, ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഓഫ് റോഡാണ്. ഓ എൻ്റെ മോനെ, ഓ ഈ റൂട്ട് ചുമ്മാ സീൻ റൂട്ടാട്ടോ. അതിൻ്റെയൊക്കെ ടോപ്പിൽ കയറാൻ പറ്റുമായിരുന്നു, കൊള്ളായിരുന്നു. ഇവിടൊക്കെ എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു മല നോക്കിക്കാം, നല്ല രസമില്ലേ കാണാനായിട്ട്. ഓ സീൻ. ഫുള്ള് പുല്ലൊക്കെ ആയിട്ട് വേറൊരു വൈബുണ്ട്. അങ്ങോട്ട് പോകാനൊരു വഴിയുണ്ടല്ലോ, കയറിയാലോ. അവനും വരുന്നുണ്ട്. ചുമ്മാ പോയി നോക്കാന്നേ, ഒക്കെ ഒരു രസമല്ലേ. ഇത് അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് പോവാം. ഇത് താഴെക്കൂടൊക്കെ ഒരു വഴിയുണ്ട് കേട്ടോ. അയ്യോ വഴി തീർന്നു. അയ്യോ ഓ ഓ ഇതെന്താ ഇത്? ഞാനവിടുത്തെ കുപ്പിച്ചില്ല, ആരോ ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചതാ. സംഭവം ചുമ്മാ സീൻ നോക്കിയേ, മരുന്നൊക്കെ നോക്കിയേ. വഴി ചുമ്മാ വിഷയം വഴിയാണ്. അവിടെ ഒരു കിടില ആ മലയൊക്കെ നോക്കിയേ, നൈസല്ലേ.
ഇവിടെ വന്നപ്പോഴേക്കും എന്തേ ആ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ ജീപ്പ് വന്ന് നിൽക്കുന്നത് കണ്ടു. എന്തായാലും അവിടോട്ടൊന്ന് പോവാം. അതിലൊരു വഴിയുണ്ട് കയറാനായിട്ട്. ജസ്റ്റ് പോയൊന്ന് കയറി നോക്കാം. ഈ ഒരു വഴി കയറി അങ്ങോട്ട് പോവാം. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ മോനെ സെറ്റ് നമുക്ക് ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് ഒരു സെറ്റ് വീഡിയോ എടുക്കാം. നമ്മളിത് ഇവിടെ കയറി വന്നിട്ടുണ്ട്. അതായത് നോക്കി ഇത് നോക്കി എന്ത് രസമാണെന്ന് നോക്കി. ഈ ഒരു ഭാഗം വെയിലിപ്പോൾ അത്യാവശ്യം ആയിട്ടുണ്ട്. എന്നാൽ പോലും ചുമ്മാ കിട്ടില്ല കേട്ടോ. നമ്മൾ വന്ന ഒരു വഴിയാണ് ഈ ഒരു കാണുന്നത്. അതിൽ അങ്ങോട്ടും പോവാം, ഇതിൽ ഇങ്ങോട്ടും വരാം. 2 വഴിയുണ്ട്. നമ്മളിപ്പോൾ വന്നിട്ട് അവിടെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു. തൂങ്ങിക്കേ. ഓക്കെ, നമുക്കിനി ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോവാം. ഈ ഒരു വഴി പോയി കഴിഞ്ഞാലും അവിടെ തന്നെ ചാടുമെന്നാണ് അവർ പറഞ്ഞത്. ഓ, ഈ റോഡ് കോൺക്രീറ്റ് ആട്ടോ. എൻ്റെ പോലെ ഇതെന്തത്, ഒരു വീലി അടിക്കണം. ഇത് ചുമ്മാ വിഷയം റൂട്ടാണല്ലോ. ഇതെന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഇവർ കോൺക്രീറ്റ് ചെയ്തേക്കുന്നതെന്ന്, കോൺക്രീറ്റ് ചെയ്യാതെ ഇട്ടേക്കുന്നേ. ഈ റൂട്ട് എവിടെ ചെന്ന് ചാടുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അയ്യോ ആട്ടുമാമ, ഇത് ഏത് റൂട്ട് ഇത്? ഇത് എവിടെ ചെന്ന് ചേരുമെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. കാമോൺ, ഇത് ഏതാ ഈ സ്ഥലം? നമുക്ക് എങ്ങനെ കൈയൊക്കെ കെട്ടിപ്പോവാല്ലേ? അയ്യോ എന്നെ ഉറക്കമെന്ന് പോയി. ഇതെന്താ ഇത് ഏത് റൂട്ടാന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഏതോ ഒരു വഴി ഒന്ന് കയറിയിട്ടുണ്ട്. ഇവിടുന്ന് എന്നിട്ട് റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഏത് റൂട്ട്? എന്തായാലും ചെല്ലുമ്പോൾ കണ്ടറിയാം നമുക്ക്. ഈ വഴി ഞാൻ വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് തോന്നുന്നു. ആണോ അറിയില്ലല്ലോ. ഇതിലെ വന്നിട്ടുണ്ടോ? എവിടെയൊക്കെയോ ഒരു ഓർമ്മ. ഓക്കെ, ഈ ഒരു റൂട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ആ കടന്നെയാണ് കോട്ടമലയ്ക്ക് പോകുന്ന റൂട്ട്. ഇത് നല്ല സൂപ്പർ റോഡാക്കി കേട്ടോ. നല്ല ഹൈവേ പോലെ കിടക്കുന്നതല്ലേ, നല്ല റബ്ബറൈസ്ഡ് റോഡ്. ആഹാ, കൊള്ളാം, സെറ്റ്. ഇനിയിപ്പം വേറെ റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കിടിലിനൊരു സ്പോട്ടുണ്ട്. ഇത് ഞാൻ കുറേ തവണ നിങ്ങളെ കാണിച്ചതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കാരണം അത് അത്ര സെറ്റപ്പ് ഒരു സ്ഥലമാണ്. ഇതെന്താ ഇത് മൊത്തം കുപ്പിച്ചില്ല് പൊട്ടിച്ചിട്ടേക്കുന്നേ? കേറല്. സോ ഇതെന്താടാ ഇത്? ചുമ്മാ ഒരുമാതിരി കോളനി പരിപാടിയാക്കി കളഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇത് ചില സമയത്ത് വരുവാണെങ്കിൽ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്ന കാണാം. നമുക്ക് പോകേണ്ട റോഡാണിത് ആ കാണുന്നത്. അങ്ങനെ ഉപ്പുതറ എത്തിയിട്ടുണ്ട്. ഈ ഒരു പാലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാലമാണ്. ഞാൻ കുറേ തവണ വീഡിയോയിൽ കാണിച്ചിട്ടുമുണ്ട്. റോഡൊക്കെ ടാർ ചെയ്ത് കേട്ടോ. ഫുള്ള് പൊട്ടി പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. ഇപ്പോഴാണൊന്ന് ടാർ ചെയ്തൊന്ന് സെറ്റാക്കിയത്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്താ വീണ്ടും വഴി പിന്നെ അതുപോലെ തന്നെ ഇത് വീണ്ടും ടാർ ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മളിത് കട്ടപ്പന എത്തിയിട്ടുണ്ട്. കട്ടപ്പന കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്കാണ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു റോഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ ആ ഒരു വൈബിന് വേണ്ടി മാത്രം ആ റൂട്ട് പിടിച്ചതാണ്. സമയം എന്ന് പറയുന്നത് 10:15 നമ്മൾ തിരിച്ച് ഈ ഒരു സമയമായപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് ഒട്ടനെ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ടാറ്റാ.